നെതർ പോർട്ടൽ. അതും ആ കാണുന്ന റോയിൻ്റെ പോർട്ടൽ. കുറേ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു വെച്ചിരുന്നു ഒരു നെതർ പോർട്ടൽ ഇവിടെ നമ്മൾ സെറ്റാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വലിയ പണിയൊന്നുമില്ല. നമ്മുടെ അടുത്ത് ഫയർ ചാർജും ഉണ്ട്, ആ ക്രൈം ഒബ്സിഡിയൻ മറ്റു ഒബ്സിഡിയൻ ആക്കാനുള്ള ഒബ്സിഡിയനും ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. വി ഗോ. ഓക്കെ, എവിടെ? അതായത് നമുക്കിപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്താ ഈ ക്രൈം ഒബ്സിഡിയൻ പൊട്ടിച്ചു തുടങ്ങാം. അപ്പോൾ അതിൻ്റെ സ്പീഡ് റണ്ണ് കണ്ടിട്ട് വരും. സ്പീഡ് റണ്ണാണെങ്കിൽ ഇതിപ്പോൾ എവിടെയാണ് സ്പോണാകുന്നൊരു എത്തും പേടിയില്ല. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മഴയുണ്ട്. ബസാൾട്ട് ഡേറ്റ് അവരുടെ എൻ്റെ ഒരു പ്രാർത്ഥന. വേറെ എവിടെയെങ്കിലും അവിടെ ഇങ്ങനെ നല്ല പണിയാണ്. ക്രിംസൺ ഫോറസ്റ്റ് അവരുടെ എൻ്റെ പ്രാർത്ഥന. കാരണം ക്രിംസൺ ഫോറസ്റ്റിൽ മറ്റേ പെഗ്ലിനും ഹൊഗ്ലിനും ഒക്കെ ഉണ്ടാവും. ഭയങ്കര ചടപ്പാണ് അവർ. അപ്പോൾ അതുണ്ടായത് എൻ്റെ ഒരു പ്രാർത്ഥനയാണ്. പൊട്ടിച്ചവിടെ എത്തുമെന്ന് അറിയില്ല. പിന്നെ കഴിഞ്ഞ ഡിലീറ്റാക്കി കിട്ടിയിരുന്ന സീരീസിൻ്റെ വാർക്കഡ് ഫോറസ്റ്റിനാണെങ്കിലും ഈ ഒരു സീനില്ല. പിന്നെ നെതർ വേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല. മുട്ടി എന്താ അടമ്പേ സോൾസാൻഡ് വാലി ആണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് അവിടുന്ന് നമ്മളെ ബലൂണിനെ കിട്ടും. അവിടെ എപ്പോഴും പേരായിട്ടില്ല. കാര്യങ്ങളൊക്കെ ഒബ്സിഡിയൻ എടുക്ക്, ഫയർ ചാർജ് എടുക്ക്, എന്നിട്ട് ഈ ബക്കറ്റ് ഇവിടെ വെക്ക്, ഇതിവിടെ വെക്ക്. ഒബ്സിഡിയൻ വെക്ക് മിസ്ക്ലിക്ക് ചെയ്യാതെ അത് അവിടെ കൊണ്ടുപോയി വെക്കണം. കയ്യിൽ നിന്ന് മാറ്റി വെക്കണം. മിസ്ക്ലിക്ക് ചെയ്താൽ കുറേ കാലെടുക്കും. ഓക്കെ, ഈ ഫയർ ചാർജ് എടുത്ത് നെതർ പോർട്ടലായിട്ടുണ്ട്. രണ്ടാമത്തെ എപ്പിസോഡ് തന്നെ. ഇന്ന് നമുക്ക് കഴിയുകയാണെങ്കിൽ ഒരു ഫാമിംഗ് ലാൻഡും കൂടി ഉണ്ടാക്കണം. അപ്പോൾ എൻ്റെ ദേഹത്തുള്ള സാധന സാമഗ്രികളൊക്കെ ഊരി വെക്കുക. ഊരി വെച്ചിട്ട് കക്കിങ്ങൾക്ക് പാരുക. അമ്മേ ഒരു 2 ദിവസം പനിയായിരുന്നു. അതുകൊണ്ട് വീഡിയോ അങ്ങനെ വരാഞ്ഞു. വീഡിയോ അങ്ങനെ വരാമെന്ന് വെച്ചാൽ കുറച്ച് നേരം മുമ്പ് ഒരു വീഡിയോ ഇറക്കി അത് എഡിറ്റ് ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഹെവിഗോ ക്രിംസൺ ഫോറസ്റ്റും മറ്റേ ബസാൾട്ട് കഴിക്കാവുന്നത് ഇപ്പോൾ പ്രാർത്ഥന. ഈ അടുപ്പത്തെ സ്റ്റോണായ പ്രാർത്ഥിച്ച സ്ഥലത്തൊന്നും നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അടുത്തുണ്ടെങ്കിൽ ഇന്ത്യയിലൊക്കെ ഉണ്ടല്ലോ. വലിയൊരു കേവല്ല, വലിയൊരു കുഴിയുണ്ട്. ഇവിടെയൊക്കെ എല്ലാവരെയും ആരിപ്പോൾ കാണണമെന്നില്ല. കുറച്ച് കഴിഞ്ഞാൽ സ്പോൺ ചെയ്ത് ഓക്കെ. ഒന്നേലാ ഹൗലവലാക്കുവത്തില്ല. ഒമ്മേ മാക്മ ഇവിടെ ഡെൽറ്റ ഉണ്ട്. അത് വേസ്റ്റ് ഉണ്ട് ഇവിടെ. അതാ ഡെൽറ്റ. അസ്തഗ്ഫിറുല്ലാഹ്. സോൾസാൻ്റെ വലിയാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് റൈഡ് കോസ്റ്റ്യൂം കിട്ടും. അല്ലടാ ഓമേ കുണ്ടും മുറിച്ച് വെക്കും. ഏത് അടുപ്പത്തെ പൊട്ടിച്ചറിഞ്ഞു. അപ്പം നമുക്ക് ചത്താലൊരു സീനുമില്ല. കാരണം നമ്മളെ അടുത്തൊന്നുമില്ല. ചപ്പി എന്താണ് ഒന്നുകൂടി നമുക്ക് കയറി വെക്കുക. നമുക്ക് ആ നെതർ വേസ്റ്റും ചുറ്റി കാണാം. നെതർ വേസ്റ്റ് പറഞ്ഞാൽ നോർമൽ നെതറാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അവിടെ മുമ്പിൽ ലാവയാന്നാട്ടോ തോന്നുന്നത്. വലിയൊരു കുഴി ഉണ്ടെന്ന് എൻ്റെ ഒരു മീൻ പറഞ്ഞു. അയ്യോ ഉണ്ടോ അമ്മേ? നമ്മളങ്ങോട്ടാ വിടുന്നത്. അപ്പോൾ അങ്ങോട്ട് അമ്മയുടെ ഒരു പിഗ്ഗിലും ഒക്കെ കൂടി വളഞ്ഞു കെട്ടി കുത്തർക്കടാ. അമ്മേ ലാഹുലവലാക്കുവത്തില്ല. അയ്യോ നാട്ടാരെ രക്ഷിക്കണേ. ചാത്തന്മാരെ ചുറ്റി കുത്തർക്കാണ്. അയ്യോ നെതർ വേസ്റ്റൊക്കെ പൊട്ടാ. ഓക്കെ, അവർ പിന്നെ സീനില്ല. സോംബിഫൈഡ് പിഗ്മീസും സീനില്ല. ഓരൊന്നും കാട്ടില്ല. ഒരു പാവം കുട്ടികളെ വരും. പക്ഷെ ഒരാൾ അറിയാതെ നടിച്ചാൽ പിന്നെ എല്ലാവരും കൂടി വരും. അതാണ് സീരീസ്. അതാണ് കുഴപ്പം. നമ്മൾ അടിക്കാൻ നോക്കുമല്ലോ, അപ്പം സീനില്ല.
ക്രിമിസൽ ഫോറസ്റ്റ് ഉണ്ട്. ഇവിടെ ഒന്നും ഒരു പ്രശ്നവുമില്ല. ഇവിടെ നല്ല കിട്ടാറ്. ഇവിടെ നമുക്കൊരു സോഴ്സ് ആൻഡ് വാലി കിട്ടിയാലും നല്ലതായിരുന്നു. അവിടെ സ്കെൽട്ടനും കാസ്റ്റിനും പേടിച്ചാൽ മതി, വേറെ ഒന്നൊരു വീണില്ല. അത് ബ്ലാക്ക് സ്റ്റോൺ പ്രസാദിലേക്ക് ഇപ്പോൾ ചത്തേനെ. ഇവിടെ കഷ്ടമാണ്. അയ്യോ അതാ കുറേ പിഗ്മീൻസ് ഇടാം അവിടെ. ഞാൻ പോകുന്നു, പേടിയാ. എടാ സോൾസ് ആൻഡ് വാലി നമുക്ക് ഇവിടുന്ന് മറ്റേ ഇവരെ കിട്ടുമോ നോക്കണം, ബലൂണിനെ കിട്ടുമോ നോക്കണം. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ ബലൂണിനെ എത്തിക്കാം. ഇത് നമുക്ക് കൈ കൊണ്ട് ചൂട്ടിക്കാൻ വേണ്ടി അത് കുറച്ച് കൊണ്ടുപോകാം. സാധാരണ ഈ ബോൺസിൻ്റെ അടിയിലാട്ടോ ഇവർ സ്പോണാവർ. ഒന്നീ ഗസ്റ്റ് ഒന്നീ സ്കെൽട്ടൻ ഇപ്പോൾ കൂടി വളഞ്ഞ് പണി കിട്ടി. ഈ സോൾസ് ആൻഡിൻ്റെ ഒറ്റ വായ്പതാണ്. ഒമ്മേ ഞപ്പച്ചാവും കുറേ സോൾസ് ആൻഡൊക്കെ വെറുതെ ആവും. അയ്യോ ചത്ത് വെറുതെ നമുക്കൊന്നുകൂടി പോയി നോക്കണം. പോകും. അയ്യോ അതവിടെ ഒരു ഡ്രോണ് നിൽക്കുന്നു. ഡ്രൗണ് ഒത്തേ സുഖം നമുക്ക് അറിയോ? അതാ വരി നീ എന്തിനോട്ടിയാടാ വിളിച്ചു? ഇങ്ങോട്ട് വരുന്നോ? അയ്യടാ തണുത്തിറങ്ങുന്ന കൊണ്ട് മൂട്ടിക്ക് വരും. അടിച്ചു കൊല്ലാം, ഒരു പേടിയില്ല. പൂച്ച ഇറങ്ങി പോടാ. അമ്മ അടിക്കല്ലേ ഇങ്ങനെ അടിക്കരുത്. എന്നെ അടിച്ചാൽ ആൾക്കാരറിഞ്ഞു. എനിക്ക് വേറൊരു എന്തോ ഇങ്ങനെ ഡോഗിനെ എടുക്കണം. ഓടാ ഓണങ്ങനെ വന്നിട്ട് നമുക്ക് തിരിച്ചുകൊണ്ടുകൂടി കയറാം. സോൾസ് ആൻഡ് ഒപ്പിച്ചുകൊണ്ട് വരാം. ഹാപ്പി ഗാസിനാണ് ഞാൻ മെയിനായിട്ട് നോക്കണം. ഓടിക്കോ ഇവർക്കില്ലേ? ആണ് നേരെ പണി. പിഗ്ലീസൊക്കെ പറയുന്നുണ്ട് അവിടെ. ചത്തൻ പണിപാടി. അയ്യോ ചത്ത്. ഇങ്ങോട്ട് ചത്തെടുക്കാം. ഓക്കെ ഒന്നുകൂടി ട്രൈ. ഇത് രാത്രിയാകുന്നുണ്ട്. കിടന്ന് ഉറങ്ങിയിട്ട് ഒന്നുകൂടി പോവാം. അത് ലാസ്റ്റ് ട്രൈ ആയിരിക്കും. എന്നിട്ട് നമുക്കൊരു ഫാമിലി ലാൻഡ് ഉണ്ടാക്കാം. നമ്മളടുത്ത് ക്യാരറ്റ് ഇല്ലേ? പൊട്ടറ്റോയും ക്യാരറ്റ് ഇല്ല. ഇവിടെ ഫോർച്യൂൺ എഫിഷ്യൻസി 3 ഉള്ളൊരു ഗോൾഡൻ ഹോം. ഇവിടെയും ഗോൾഡൻ ഹോം അതന്നെ. രാത്രി അവിടെ അല്ലേ വേണ്ട പൂവന്നെ. ചത്ത് ഇതിലെ സാധന സാമഗ്രികളൊക്കെ ചെസ്റ്റിൻ്റെ ഉള്ളിൽ. അപ്പോൾ സീനില്ലേ ഷേവ് പൊട്ടിക്കാൻ വേണ്ടിയില്ല. അങ്ങനെയോ ഇങ്ങോട്ടാണ് ഞാൻ സോഴ്സ് ആൻഡ് വാലി കണ്ടത്. ഞാൻ വെറുതെ ഓടിയപ്പോൾ കിട്ടിയതാ. എൻ്റെ ഫേവറേറ്റ് 2 ബയോമാണ് സോഴ്സ് ആൻഡ് വാലിയും വാർഡ് ഫോറസ്റ്റും. നെതർ വേസ്റ്റും ഉണ്ട്. സോഴ്സ് ആൻഡ് വാലിയിൽ യൂസ്ഫുൾ ഐറ്റംസ് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഫേവാണ്. അത് മോപ്സിനെ ഒഴിച്ചിട്ടാൽ വാർഡ് ഫോറസ്റ്റ് ഒരു കുഴപ്പമില്ല. നമ്മൾ കാട്ടിയാലേ തിരിച്ചായിട്ടുള്ളൂ. കണ്ണിക്ക് നോക്കിയാൽ വലിയ സീനില്ല. പിന്നെ ഈ ബസ്സായിട്ടിലും സോഴ്സ് ആൻഡ് വാലിയിലും ഉണ്ട്. പിന്നെ ക്രിംസൺ ഫോറസ്റ്റിൽ ഹോസ്റ്റൽ മോപ്സാണ്. പക്ഷെ ബാക്കിയുള്ളടത്ത് അങ്ങനെയല്ല, ഹോസ്റ്റലല്ല, നമ്മളെ കാട്ടാത്ത മോപ്സാണ്. എവിടെ എവിടെയായിട്ടുള്ള ഞാൻ സോഴ്സ് ആൻഡ് വാലി ഉണ്ട്. എവിടെ അവിടെ അയ്യോ ഹെൽത്ത് റീജൻ ആവുമോ? സീനില്ല. എനിക്ക് ഞാൻ ആ ഭാഗത്തേക്ക് വേണം നടക്കാൻ. അവിടെയാണ് ഹാപ്പി ഗാസ്റ്റ് തോന്നുന്നുണ്ട്.
ഇവിടെ ഹാപ്പി വാർപ്പഡ് ഫോറസ്റ്റ് ഉണ്ട് ഇവിടെ. ഏയ് അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഉയ്യോ ഗാസ്റ്റ്, അയ്യേ ഗാസ്റ്റ് പറ്റിക്കപ്പെട്ടു. ഗാസ്റ്റേക്കും പറ്റിക്കപ്പെട്ടു. എടാ ഒരു ഹാപ്പി ഗാസ്റ്റെങ്കിലും താടാ, നമ്മളെ കളിയാക്കുന്നുണ്ട്. സ്കെൽട്ടനും പറ്റിച്ചു. അവിടെ സ്കെൽട്ടൻ പേടിയായിട്ടാണ്. എടാ ഒരു ഹാപ്പി ഗാസ്റ്റിന് മതിയടാ. ഗാസ്റ്റ് നമ്മൾ പറ്റിച്ചു. ഗാസ്റ്റിനോടും പറ്റിക്കണം. പറ്റിച്ചു. പിന്നെയും പറ്റിക്കണം. ഉമ്മേ എത്ര ഗാസ്റ്റാണത്? ഉമ്മേ തീ പിടിച്ച് നീക്ക് പണിയിട്ട് ചത്ത്. എടാ റൈഡ് ഗാസ്റ്റഡ് ആവശ്യപ്പെടുന്ന ഞാൻ ഡെറ്റാണ്. ഉമ്മേ രാത്രി അടുത്ത കേസ് രാത്രി ഉറങ്ങിക്കോ. രക്ഷപ്പെട്ടു. പക്ഷേ തൊട്ടടുത്ത് ഗാസിനെ കണ്ടടാ. പക്ഷെ ചത്തി. അതാ വാങ്ങി കൊടുക്കുന്നത്. എവിടുന്നാടാ അതൊക്കെ നീച്ച് വരുന്നത്? ഞാൻ എൻ്റെ ആക്കി അടിക്കണം. അയ്യോ തീ പിടിച്ച്. അതൊന്നും എനിക്ക് ചെയ്യില്ല. കൊന്നൊടുക്കി. നമുക്ക് ചാവണോ? അല്ലെ വേണ്ട. ഹെൽത്ത് റീജൻ ആയിക്കോട്ടെ. അവിടെ ഒരുത്തിനും കൂടി ചത്ത്. നമുക്ക് എന്തായാലും ഇനി ബ്രെഡ് തിന്നിട്ടെ. അപ്പോൾ ചാറ്റ് ബോക്സ് എടുത്താൽ അറിയാം എത്ര ഡെത്തുണ്ടായിരുന്നു. ലാസ്റ്റ് വട്ടം അമ്മേ അടുത്ത ചാത്തൻ. ഇവനെനിക്ക് തീരെ ഇഷ്ടമില്ല. ബാക്കി ചത്ത് പറയുമ്പോഴത്തേനൊരു വന്ന് കാണാം. പക്ഷേ അല്ലേ വേണ്ട, നമുക്ക് പോയി ചത്തെടുക്കാം. അല്ലെ പിന്നെയും ചത്തില്ലാണ്ടാവും. ഞാൻ വെള്ളമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നേ. വെള്ളത്തിൻ്റെ അടിയിലൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നേ. ചാവട്ടെ. അവിടെല്ല അയണ്ട ബ്ലൈൻഡായിട്ടും പൊട്ടിക്കാൻ കഴിയാത്ത അവസ്ഥ. ഇത് ഫുള്ള് സാഡാടാ. നമുക്ക് എന്തായാലും നമ്മളെ സാധന സാമഗ്രികളൊക്കെ എടുത്തിട്ടേ ബാക്കി പണി തുടങ്ങാം. വേർ ഇസ് മൈ ബൂട്ട്സ്? ഫുഡ് ഇവിടുത്താണ്. ടീം അടിപൊളിയാക്കി എടുത്തു. സോറി പോയി മേ ബി ഞാൻ ചുമ. അപ്പം എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലിനല്ലേ ഓൾറെഡി കിട്ടിയിരിക്കണേ നമുക്ക് മിക്സിൻ്റെ ഇപ്പം വെക്കാം. വെക്കാം അല്ലേ? ബക്കറ്റ് എടുത്താണ്. ബക്കറ്റ് ഇവിടെ ഉണങ്ങി കുറച്ച് വെള്ളം എടുക്കുക. ആ വെള്ളമെടുത്ത് ഇവിടെ ഇവിടെ ഒഴിക്കാം. അടുത്തടുത്ത് ഇവിടെ എവിടെയെങ്കിലൊക്കെ മെർജായി പോകുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് കുറച്ച് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു വാട്ടർ. അപ്പോൾ ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ് ആകും. ഇനി 8 ബ്ലോക്ക് അങ്ങോട്ട് പോവാം. 1 ഇപ്പോൾ 3 4 5 6 7 8 സെറ്റ്. എന്നിട്ട് ഇവിടുന്ന് വെള്ളം എടുക്കുക. ഇവിടെ കുഴിക്കുക. ഇവിടുന്ന് വെള്ളം ഇവിടുന്ന് വെള്ളം എടുക്കുക.
ഇങ്ങോട്ട് ഒഴിക്കുക. ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവർക്കും കൂടി ഒഴിച്ചാൽ കാര്യം കഴിഞ്ഞു. ഇട്ടൊരു ബക്കറ്റ് വെള്ളം കൂടി കയ്യിലെടുക്കട്ടെ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് സീഡും വെക്കാം. ക്യാരറ്റും ഉണ്ട് നമ്മുടെ അടുത്ത്. സോറി ഞാൻ പോയാ കുറച്ച് വുഡ് മേടിച്ചെടുത്തേ. ചുമയൊക്കെ ഭയങ്കര ഉണ്ട്. അങ്ങനെ മതി. എന്നിട്ട് പിന്നെ അയനെടുക്കുക. ചുമ ഇത് പ്ലാനൊക്കെ ആക്കിയിട്ട് ഷീൽഡ്. യെസ്, ഓക്കെ. ഇതായിട്ടുണ്ട്. ഇനി ഷീൽഡിൽ കൊടുക്കുക. ഇതിൻ്റെ 4 വാക്കും കുഴിച്ചിട്ടോ. തുടങ്ങാത്ത ഓക്കെ. തുടങ്ങി. നമുക്ക് പൊട്ടാറ്റോ ഒരു ഫുഡ് സോഴ്സ് ആക്കാം. ക്യാരറ്റ് നമുക്ക് വില്ലേജർ ബ്രീഡ് ഉണ്ടാക്കുമ്പോൾ അതിന് യൂസ് ചെയ്യാം. ഒരേ പൊടി എടുക്കുമ്പോൾ ഇവിടെ ഇവിടെയും അപ്പോൾ ഡയറക്റ്റ് എടുത്തിട്ട് ഇവിടെ വെക്കുക. സോഡ് ഇവിടെ വെച്ചു. ഇങ്ങനെയായിട്ട് ക്യാരറ്റും പൊട്ടാറ്റോ ആയിട്ട് വെച്ചിട്ട് സൗണ്ട് അല്ലാണ്ട് പോയിക്കണിപ്പോൾ. ചുമച്ച് തൊണ്ടയിലൊരു മുറിവായി. ഓക്കേടാ, ഒരൊറ്റ പൊട്ടാറ്റോ എടുക്കുക. ചെയ്യുക. എൻ്റെ അടുത്ത് കോഴിൻ്റെ എടുക്കുക. എന്നിട്ട് അയ്യോ പൊട്ടിക്കല്ലേ. സ്മോക്കറെടുത്ത് അതിലേക്ക് വെക്കുക. എന്നിട്ട് ബാക്കി ക്യാരറ്റ് എടുത്ത് ഒഴിക്കാട. തരൂല, നോക്കണ്ട തരൂല. എനിക്കുണ്ട് അതുകൊണ്ട് കണ്ടാലും കൂടി ഒന്ന് ബ്രീഡായിക്കോട്. ഞാൻ എടുത്തുവെച്ച് നമുക്ക് തരൂല. ഇത് ആപ്പിളും ഉണ്ട് കയ്യിൽ, ബ്രെഡും ഉണ്ട് കയ്യിൽ. ഇപ്പം സീനില്ല. ഇതങ്ങനെ നല്ല കുക്കായിക്കോട്ടെ. എന്താ ഒന്നുമില്ല. ഓക്കെ ബീസ്. ഇപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു. 17 മിനിറ്റ് ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ് ചെയ്തിട്ട് എൻ്റെ ചാനൽ കൂടെ സബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൻ നോക്കിയാൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. പറ്റുന്നവർക്കൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.